നമസ്കാരം. പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം. ഇന്ത്യക്കാർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം. മെഹബൂലയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇവരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. മെഹബൂലയിലെ ബ്ലോക്ക് 1-ലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. 2 നില കെട്ടിടത്തിലേക്കാണ് തീ പടർന്നു കയറിയത്. തീ പടരുന്നത് കണ്ട് താഴേക്ക് ചാടിയ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. നാട്ടുകാർ പോലീസിലേൽപ്പിച്ചയാൾ കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഓട്ടോ ഡ്രൈവറായ ചിറക്കൽ സ്വദേശി സൂരജാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സൂരജിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി സൂരജിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച ഉടൻ സൂരജ് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് വിവരം. ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇയാൾ മദ്യപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. 4ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം മാറ്റിവെക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് 4ാം ലോക കേരള സഭ തുടങ്ങിയത്. അനുശോചന സൂചകമായി ആദ്യ ദിവസത്തെ ഉദ്ഘാടന സമ്മേളനവും അനുബന്ധ പരിപാടികളും സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരുന്നു. അതേസമയം ലോക കേരള സഭയിൽ പ്രമുഖരായ പല പ്രതിനിധികളും പങ്കെടുത്തിരുന്നില്ല. നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി ലോക കേരള സഭയിൽ പങ്കെടുത്തില്ല. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തു നൽകിയിട്ടില്ല. മന്ത്രിമാരും ഭരണപക്ഷ MLA-മാരും നേതൃത്വം നൽകുന്ന ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസ്. സത്യഭാമ കോടതിയിൽ ഹാജരായി. RLV രാമകൃഷ്ണനെതിരെയുള്ള ജാതി അധിക്ഷേപം സംബന്ധിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ ഹാജരായി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കോടതിയിൽ ഹാജരായത്. തിരുവനന്തപുരം നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഹാജരായത്. കേസിൽ സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. കേസ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയത്. RLV രാമകൃഷ്ണനെതിരെയുള്ള പരാമർശത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് സത്യഭാമയ്ക്കെതിരെ കേസെടുത്തത്. പരിപാടി തുടങ്ങാൻ വൈകി. G. സുധാകരൻ വേദിയിൽ നിന്ന് ക്ഷോഭിച്ചിറങ്ങിപ്പോയി. ആലപ്പുഴയിൽ പരിപാടി തുടങ്ങാൻ വൈകിയതിന്റെ പേരിൽ മുതിർന്ന CPM നേതാവ് G. സുധാകരൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയായിട്ടും തുടങ്ങാത്തതിനാലാണ് G. സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയത്. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നടക്കാനിരുന്ന CBC വാര്യർ സ്മൃതി പരിപാടിയിലാണ് സംഭവം. പുരസ്കാര സമർപ്പണത്തിനായാണ് G. സുധാകരൻ എത്തിയിരുന്നത്. മന്ത്രി സജി ചെറിയാൻ, CPM നേതാക്കളായ CS സുജാത, R. നാസർ തുടങ്ങിയവരെല്ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയായിട്ടും തുടങ്ങാത്ത സാഹചര്യത്തിലാണ് പരിപാടി തുടങ്ങും മുമ്പേ അദ്ദേഹം ഇറങ്ങിപ്പോയത്.